കള്ളൻ വിജയന്റെ മുത്തിപ്പാറ മനോഹരമായൊരു നാട്ടിൻപുറമാണ്. വൈകുന്നേരം അങ്ങാടിയിൽ വിജയൻ ചേട്ടനും കൂട്ടുകാരും ഒക്കെ ഒത്തുകൂടും. അവിടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ കാരണം ഒരാൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്ന സങ്കടമാണ് കള്ളൻ വിജയൻ പ്രകടിപ്പിക്കുന്നത്. റാഹിസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൈകളിലേറ്റുവാങ്ങിയ മാലിനി ഈ നാട് വിജയൻ ചേട്ടനെ കൊണ്ട് ഭയങ്കര പ്രസിദ്ധമല്ലേ? പ്രസിദ്ധ അതാണ് ഈ കള്ളൻ വിജയൻ എന്ന പേരുള്ള വിജയൻ ചേട്ടനെ കൊണ്ട് ഈ നാടാകെ പ്രസിദ്ധമായി. ഈ സത്യം പറഞ്ഞ ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, ആരെയും കൊതിപ്പിക്കും. നമ്മുടെ സത്യനന്ദിക്കാടിന്റെ സിനിമ പോലുള്ള ഒരു സ്ഥലം, ഗംഭീര ലൊക്കേഷൻ. ഇപ്പുറത്ത് പച്ചപ്പ്, റബ്ബർ തോട്ടം, അപ്പുറത്തൊക്കെയാണ് നമുക്ക് നല്ല പാറയാണ്, വലിയ പാറകൾ. പാറപ്പുറത്ത് എനിക്ക് തോന്നുന്നൊരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു കോളാമ്പിയൊക്കെ കാണുന്നുണ്ട്. അത്ര ഗംഭീര സ്ഥലമാണ്. ഈ സ്ഥലത്താണ് കള്ളൻ വിജയൻ ചേട്ടൻ്റെ ആ ധന്യ നാടകഗ്രാമം. ആ കാണുന്നതാണ്, എൻ്റെ പുറകിൽ കാണുന്നതാണ് ധന്യ നാടകഗ്രാമം. വിജയൻ ചേട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട്? മൊത്തം ഇപ്പം താരമായി നിൽക്കാണ്. താരം ഇത് വെറുതെ ഉള്ള പ്രശ്നങ്ങളല്ലേ? അല്ലെ, നമ്മളെന്തോ താരം, നമ്മൾ യഥാർത്ഥ പേര് കൊടുത്തു, അത് പിന്നെ അവര് എന്തോ സാങ്കേതിക തടസ്സം കൊണ്ട് വച്ചില്ല. അപ്പൊ അത് പിന്നെ എന്താണെന്ന് നമ്മൾ തിരക്കാനും പോയിട്ടില്ല. ഇതിന്റെ പിന്നെ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റുന്നു. എന്നിട്ട് ഞാൻ ഇതൊന്നും നമ്മൾ നമുക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. അത് സങ്കടം ഉണ്ടെന്നറിയാതെ ഈ ഒരു പേര് കാരണം ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലായി. തൊഴിൽ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഒരു സ്ഥലത്തുനിന്ന് ഒരു കസേരന്ന് വേറൊരു കസേരയിലേക്ക് മാറ്റി. തൊഴിൽ നഷ്ടപ്പെടരുത്, അത്രേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേരെന്ന് പറയുമ്പോ അതുകൊണ്ട് ഇത് ഇത്രയും വിവാദമായി അങ്ങനെ ഒരാളിന് നാളെ പിന്നെ അന്നം മുട്ടുക എന്ന് പറയുമ്പോ ഈ ഒരു പേര് കൊണ്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമില്ലേ? പക്ഷെ ഇത് ഇത്രയും വിവാദമാവത്തക്ക ഒരു സംഭവം ഒന്നും എനിക്ക് ഇതുവരെ അത് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്റെ യഥാർത്ഥ പേര് പറഞ്ഞു കൊടുത്തു, അത് അവര് പിന്നെ മാറ്റിവെച്ചു. അത് മാറ്റിവെച്ചു പ്രസിദ്ധീകരിച്ചില്ലെന്നും പറഞ്ഞു ഒന്നുമില്ല, ഒരു സങ്കടമില്ല. വന്നെന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല. ഈ കള്ളൻ വിജയൻ എന്ന ദേശാഭിമാനിയിൽ ഫീച്ചർ വരാത്തത് കൊണ്ട്, സാധാരണഗതിയിൽ ഒരു ഫീച്ചറോ മറ്റോ വരുമ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, പഠിക്കുന്നത്, തേടി വരുന്നതൊക്കെ. ഇതിപ്പോ വരാത്തത് കൊണ്ട് ഇപ്പോ ദേശാഭിമാനിയിൽ വന്നാലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അതാണ് ഈ നാട്ടിൻപുറത്ത് നിൽക്കുമ്പോൾ കാണാനുള്ളത്. വൈകുന്നേരം ഇവിടെ രണ്ട് വർത്താനം പറയാനും ഒപ്പം എന്താ പറയുക, ചേട്ടനെയൊക്കെ കണ്ട് സംസാരിക്കാനും ഒക്കെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ കൂടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടതും സംസാരിച്ചതുമൊക്കെ നാട്ടുകാരോടും വിജയൻ ചേട്ടനോടുമൊക്കെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റാഹിസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.